കാര്യം നിങ്ങൾ എന്തായാലും സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ. ഈ തെറ്റ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ വീഡിയോ കാണുന്ന വേറെ യൂട്യൂബേഴ്സ് കമന്റ് ബോക്സ് പോയിട്ട് എന്നെ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ, സപ്പോർട്ട് ചെയ്യോ അങ്ങനെ പറഞ്ഞിട്ട് കമന്റ് ഇടുന്നവരില്ലേ, ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. യൂട്യൂബ് അത് നോട്ടീസ് ചെയ്യും. ഒരു 3-4 കമന്റ് നമ്മൾ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയും, നമ്മുടെ ചാനൽ പോകും. ഇത് നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഇത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇഷ്ടപ്പെട്ട് കയറി വരുന്നതല്ലേ. ഒരു സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും സബ്സ്ക്രൈബർ കുറഞ്ഞാൽ പോലും നമുക്ക് സങ്കടം വരുന്നു. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയപ്പോൾ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് വിചാരിച്ചു, നമ്മുടെ ചാനൽ അടിച്ചു നമുക്ക് ഭയങ്കര സങ്കടമാവില്ലേ. കുറച്ചായിട്ട് നമ്മൾ കൂട്ടി വെച്ച് നമ്മളെ വാച്ച് അവർ പോകും. പിന്നെ നമുക്ക് ആ ഒരു ഇമെയിൽ ഐ ഡിയിൽ പിന്നെ ചാനൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതെ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ ഗ്രോ ആവുള്ളൂ. നമ്മൾ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കാണുമോ, സബ്സ്ക്രൈബ് ചെയ്യുമോ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ജെനുവിൻ സബ്സ്ക്രൈബേഴ്സ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഡെഫിനറ്റ്ലി ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ആർക്കും അങ്ങനെ ചാനലൊന്നുമില്ല. ഞാനാണ് എല്ലാത്തിനും ഫസ്റ്റ് ചാടി പുറപ്പെടുന്ന ഒരാള്. ഫസ്റ്റ് ഇത് നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യില്ല, ആരെന്ന് വെച്ചാൽ ആരും സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ എനിക്ക് ഈ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ബോധേഡ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ എല്ലാവരും കളിയാക്കുമോ എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഞാൻ വീട്ടിൽ ഇരുന്ന് പോസ്റ്റായി ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ ചാനൽ തുടങ്ങട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചാനൽ തുടങ്ങട്ടെ ഞങ്ങളെ മാരേജ് എന്താ പറയാ, നിക്കാഹ് കഴിഞ്ഞിട്ട് 1 ഇയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളെ മാരേജ് കേട്ടോ. മാരേജ് മീൻസ് അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചാനൽ തുടങ്ങട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂപ്പർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചാനലിൽ വീഡിയോ ഇടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് നമുക്കൊന്നും അറിയില്ലല്ലോ, കുറെ എന്തൊക്കെയോ പൊട്ടത്തരങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴും എനിക്കിതായിരുന്നു ടെൻഷൻ, ഇവൻ ആരെങ്കിലും കളിയാക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഞാൻ വീഡിയോ ഇടുന്നത് അങ്ങ് നിർത്തട്ടെ. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ, എനിക്കതൊരു പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ആയതുകൊണ്ട് തന്നെ എനിക്കതൊന്നും വലിയ പ്രശ്നമല്ല. പിന്നെ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള Q&A ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ Q&Aക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഇനിയും ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ എന്തായാലും ആ കമന്റ് നോക്കിയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് എപ്പോഴും പറയുന്ന പോലെ അല്ല കേട്ടോ, ഞാൻ എത്രയും പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ കമന്റൊക്കെ ക്വസ്റ്റ്യൻസും ഡൗട്ട്സും ഒക്കെ വെച്ചിട്ട്. പിന്നെ ഞാൻ എന്താ പറയാൻ വന്നേ, അപ്പോൾ Q&Aയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളെ സ്ട്രെങ്ത് എന്താന്ന് ചോദിച്ചിട്ട്. അഫ്കോഴ്സ് 200% എൻ്റെ സ്ട്രെങ്ത് എൻ്റെ ഫാമിലിയാണ്. ഫാമിലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, മുസ്ലിംസിൻ്റെ ഫാമിലിയിലൊക്കെ കുറേ റെസ്ട്രിക്ഷൻ വരാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയൊരു റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല ഫ്രീഡം തന്നിട്ട് തന്നെയായിരുന്നു എൻ്റെ ഫാമിലി എല്ലാവരും എന്നെ വിട്ടത്. പിന്നെ ചെറിയൊരു കാര്യത്തിൽ എനിക്ക് റിഗ്രഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ Q&Aൻ്റെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഉമ്മച്ചി എന്നെ നന്നായിട്ട് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉമ്മച്ചിക്ക് അറിയാം ഞാൻ എന്തൊക്കെ ചെയ്യും, എവിടം വരെ പോകും എന്നുള്ള കാര്യം ഉമ്മച്ചിക്ക് അറിയാം. പിന്നെ അതേപോലെ ഇത്താത്തയാണെങ്കിലും ഇക്കാക്കയാണെങ്കിലും എല്ലാവരും. പിന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹസ്ബൻഡും അത്യാവശ്യം നല്ല സപ്പോർട്ടാണ്, മാഷാ അല്ലാഹ്. ഇതുവരെ അങ്ങനെയാണ്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ ഞാൻ ഏറെക്കുറെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതൊക്കെ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ടുള്ള ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.